മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുമെല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നാം. നമുക്കറിയാം എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ നാം മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് എന്നത്. ദജ്ജാലിൻ്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവ്, ദാബത്തുൽ അർള് പ്രത്യക്ഷപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, ഇങ്ങനെ തുടങ്ങി പലതും നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെയൊക്കെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടു. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ നാം ഫേസ് ചെയ്യേണ്ടി വരികയില്ല, നാം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. ഒരു പക്ഷേ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നാം മരിച്ചു പോയേക്കാം. യഅ്ജൂജ് മഅ്ജൂജ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പെല്ലാം ഒരു പക്ഷേ നാം മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും നാം കണ്ടുകൊള്ളണം എന്നില്ല. പക്ഷേ മരണവും മരണാനന്തര ജീവിതവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും സാധ്യമല്ല. അതിന് പ്രത്യേക കാലതാമസമുണ്ട്. അതിന്ന സന്ദർഭത്തിലാണ് വരിക. ഉദാഹരണത്തിന് ദജ്ജാൽ വന്നെങ്കിലേ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരികയുള്ളൂ എന്നത് ഉറപ്പായ കാര്യമാണല്ലോ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ യഅ്ജൂജ് മഅ്ജൂജ് വരും എന്നത് നമുക്കുറപ്പാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ആണ് എന്ന് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണം നമുക്ക് ഒരിക്കലും ആ നിലക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ്. ഏത് നിമിഷത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏതു ദിവസത്തിലാണ് നാം മരിച്ചു പോവുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ നാം ഉച്ചയോടുകൂടി ഒരു പക്ഷേ 6 അടി മണ്ണിൽ കബറടക്കം ചെയ്യപ്പെട്ടേക്കാം. ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്മൾ നാളെ പ്രഭാതമാകുമ്പോഴേക്ക് നാം 6 അടി മണ്ണിൽ എത്തിച്ചേർന്നേക്കാം. ആർക്ക് പറയാൻ കഴിയും 6 അടി മണ്ണിലേക്കുള്ള നമ്മുടെ യാത്രയുടെ വിദൂരം എത്രയാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഉറപ്പായിട്ടും നാം ഓരോരുത്തരും ഫേസ് ചെയ്യേണ്ടുന്ന ലോകമാണ്, അഭിമുഖീകരിക്കേണ്ടുന്ന ലോകമാണ് ബർസഖിയായ ലോകം, ഖബറിടം, മരണം എന്നൊക്കെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഇത്രയും നാൾ ചർച്ച ചെയ്ത അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങളെക്കാളെല്ലാം പ്രധാനപ്പെട്ടത് നമ്മുടെ മരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച പല വ്യക്തികളോടും പല സ്വഹാബത്തിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്റെ മരണം എപ്പോഴാണോ അപ്പോഴാണ് നിന്റെ അന്ത്യസമയം എന്നാണ്. സൂറത്തു സുമറിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ അള്ളാഹു, അല്ലെങ്കിൽ അവരുടെ വയറുകളിൽ, അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നു. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു രൂപത്തിലായിക്കൊണ്ട്. ഫീ ളുലുമാതിൻ സലാസ്, 3 അന്ധകാരങ്ങളിൽ. വയറിൻ്റെ അന്ധകാരം, ഗർഭാശയത്തിൻ്റെ അന്ധകാരം, ഗർഭാശയ ഭിത്തിയിൽ ഉള്ള മറ്റു പാടകളുടെയും ലെയറുകളുടെയും അന്ധകാരം. ഇങ്ങനെ വളരെ വലിയ ഒരു കൂരിരുട്ടിൽ 3 അന്ധകാരം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫീ ളുലുമാതിൻ സലാസ്, 3 ഇരുട്ടുകൾ. വയറിൻ്റെ ഇരുട്, ഗർഭാശയത്തിൻ്റെ ഇരുട്, അതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളുടെ ഇരുട്. ഈ 3 ഇരുട്ടിലായിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫഅന്നാ തുസ്റഫൂൻ, മനുഷ്യരെ എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോൾ നാം താമസിക്കുന്ന 1-ാമത്തെ വീട് ഉമ്മയുടെ ഗർഭാശയമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽക്കുള്ള വചനങ്ങൾ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു.
സുമ്മ ജഅൽനാഹു നുത്ഫതൻ, പിന്നീട് അവനെ ഒരു ബീജഗണമാക്കി. എന്നിട്ട് ഫീ ഖറാറിൻ മക്കീൻ, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അള്ളാഹു അതിനെ പ്രവേശിപ്പിച്ചു. ഉമ്മയുടെ ഗർഭാശയമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. സുമ്മ ഖലഖ്ന നുത്ഫത അലഖ ഫഖലഖ്ന അലഖത മുദ്ഗ ഫഖലഖ്ന മുദ്ഗത ഇളാമൻ ഫകസൗന ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നീട് ആ വയറ്റിൽ സംഭവിക്കുന്നത് എന്താണ്? നുത്ഫയായി ഗർഭാശയത്തിൽ പ്രവേശിച്ച് പിന്നീട് അത് ഭ്രൂണമായി, പിന്നീട് ആ ഭ്രൂണം ഒരു മാംസകഷ്ണമായി, പിന്നീട് ആ മാംസകഷ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലുകൊണ്ട് പൊതിഞ്ഞു. വീണ്ടും ആ എല്ലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, മറ്റൊരു സൃഷ്ടിയായി മാറി. നിസ്സാരമായ ബീജഗണമത ഒരു മനുഷ്യ രൂപമായി പ്രാപിക്കുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു എത്ര പരിശുദ്ധൻ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് നിങ്ങൾ അതിനുശേഷം മരിച്ചു പോവുക തന്നെ ചെയ്യും. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഉമ്മയുടെ വയറ്റിലെ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് കുഞ്ഞായി ഭൂമിയിൽ പിറന്നു വീണ് വലിയൊരു കാലഘട്ടം ഇവിടെ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യ, അള്ളാഹു പറഞ്ഞ മൂന്നാമത്തെ കാര്യത്തെ പിന്നെ നിഷേധിക്കാൻ നിനക്കെന്തുണ്ട് ന്യായം? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യന് ശ്രവിക്കുന്ന സ്രവത്തിലായിരുന്നല്ലോ നീ. അവിടെ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലെത്തി, അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കടന്ന് കുഞ്ഞായി പിറന്നു വീണ് ജനിച്ച് വീണ്ടും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി യുവാവായി വൃദ്ധനായി വീണ്ടും മരിച്ച് ഖബറിലേക്ക് പോയി മണ്ണോട് മണ്ണായി ചേർന്ന നീ മറ്റൊരു ജീവിതമില്ലെന്ന് പറയാൻ ഒരു ന്യായവുമില്ല. കാരണം ഈ പറഞ്ഞതൊന്നും നീ ചെയ്തതല്ലെങ്കിൽ പിന്നെ അടുത്തതും നിന്റെ തീരുമാനത്തിൻ്റെ, നിന്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ലാതെ അള്ളാഹു അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിലെ ഒരു സുനിശ്ചിത കാലഘട്ടം അവൻ ഉമ്മയുടെ വയറ്റിലാണ്. അത് 9 മാസമോ 10 ദിവസമോ അല്ലെങ്കിൽ 10 മാസമോ, ആ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാം. പക്ഷേ പരിപൂർണമായൊരു വർഷം തികയുന്നതിന് മുമ്പായി തന്നെ അവൻ ഗർഭാശയമെന്ന ആ ലോകത്ത് നിന്ന് ജീവനോടെ ആത്മാവോടെ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടുത്തെ കാലതാമസം ഏകദേശം 1 വർഷം പോലും പൂർണ്ണമായും തികയാത്ത ഒരു കാലഘട്ടമാണ് ഉമ്മയുടെ വയറ്റിൽ 3 ഇരുട്ടുകളിൽ മനുഷ്യൻ ജീവിക്കുന്നത്, താമസിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. എന്നാൽ രണ്ടാമത്തെ ഘട്ടം, അതാണ് നാം ഈ ജീവിക്കുന്ന ഈ ഒരു ലോകം. ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് 5-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ ഗർഭാശയത്തിൽ താമസിപ്പിക്കുന്നു. വനുഖിറു ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ അവൻ നിങ്ങളെ താമസിപ്പിക്കുന്നു. മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിതമായ കാലം വരെ. സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നീട് ഒരു തിഫ്ലായി, കുട്ടിയായി, ഒരു ബേബിയായി നിങ്ങൾ പുറത്തേക്ക് വരുന്നു. സുമ്മ ലിതബ്ലുഗൂ അശുദ്ധക്കും, പിന്നീട് നിങ്ങളുടെ ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങളെ യുവാക്കളാക്കി അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നു. ഒന്നിനും കഴിയാതെ മലർന്നു കിടക്കുന്ന ചെറിയ കുഞ്ഞിൻ്റെ അവസ്ഥയിൽ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ എഴുന്നേൽക്കാനും ഇരിക്കാനും പിന്നീട് നിൽക്കാനും പിന്നെ മെല്ലെ മെല്ലെ നടക്കാനും പിന്നീട് കൈക്കും കാലിനുമെല്ലാം കരുത്തുണ്ടായി നല്ല യുവാവായി മാറി. വമിൻകും മൻ യുതവഫ, ചില ആളുകൾ വേഗം മരിച്ചു പോകുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ചിലർ മരിച്ചുപോയി. 2-3 വർഷം, അല്ലെങ്കിൽ 4-5 വർഷം, 10-15 വർഷം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാകാം. എന്നാൽ വേറെ ചില ആളുകളോ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചിലരതാ 60-ആയിട്ടും മരിക്കുന്നില്ല, 70-ആയിട്ടും മരിക്കുന്നില്ല, 80-ആയിട്ടും മരിക്കുന്നില്ല, 90-ആയിട്ടും മരിക്കുന്നില്ല, ചിലർ 100 വയസ്സ് തികഞ്ഞിട്ടും മരിക്കുന്നുമില്ല. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെപ്പോലെ വീണ്ടും വാർദ്ധക്യത്തിലേക്ക്.
ഇത് അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു അവധി വരെ അതങ്ങനെ ഉണ്ടാകും. അതിനുശേഷം അവരും മരിക്കുമെന്നാണ്. അതിനുശേഷം അവരും മരിച്ചു പോകുന്നതാണ്. ഇപ്രകാരം കുഞ്ഞായി ജനിച്ച് തൻ്റെ കൗമാരവും യുവത്വവും വാർദ്ധക്യവുമെല്ലാം കടന്നു പോകുന്ന ഈ ലോക ജീവിത കാലഘട്ടമാണ് രണ്ടാമത്തത്. ഇത് ആദ്യത്തേതിനേക്കാൾ അല്പം കൂടി ദൈർഘ്യമുള്ളതാണ്. ആദ്യം ഉമ്മയുടെ വയറ്റിൽ അത് അവിടെ ഒരു വർഷം പോലും യഥാർത്ഥത്തിൽ തികയ്ക്കുന്നില്ല. എന്നാൽ രണ്ടാമത് ദുനിയാവിലേക്ക് വന്നാൽ ഈ ലോകം അത് കേവലം ആദ്യത്തേത് കേവലം മാസങ്ങളാണെങ്കിൽ 9-10 മാസമാണെങ്കിൽ ഇവിടെ ചില വർഷങ്ങൾ തന്നെ അതെടുക്കുന്നു. പൂർവികരാണെങ്കിൽ 1000 വർഷങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട്. നമുക്കറിയാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന കാലഘട്ടം തന്നെ 950 വർഷമാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആയുസ്സിലെ ആളുകളുടെ എൻ്റെ ഉമ്മത്തിലെ എൻ്റെ സമുദായത്തിലെ ആളുകളുടെ ആയുസ് എന്നത് 60-നും 70-നും ഇടയിലായിരിക്കും. അത് ഏവറേജാണ് പറഞ്ഞത്. അതിൻ്റെ മേലോട്ട് പോകാം. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒരു പ്രായത്തിനുള്ളിൽ മരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാലഘട്ടം. ആദ്യത്തേതിനേക്കാൾ ദൈർഘ്യം കൂടിയതാണ് രണ്ടാമത്തത്. ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ളതാണ് മൂന്നാമത്തെ വീട്. അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്. അതാണ് ബർസഖിൻ്റെ ലോകം. ബർസഖ് എന്താ തെളിവ്? നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 99-100 വചനങ്ങൾ. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ അല്ലാഹുവേ എനിക്ക് കുറച്ചുകൂടി അവധി തരണമേ എന്ന് അയാൾ പറയും. ലഅല്ലി അമലു സാലിഹൻ, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങൾ. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. എന്നാൽ അവർ മരിച്ചതിന് ശേഷം യൗമു യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ബർസഖുൻ, ബർസഖിയായ ഒരു ലോകമുണ്ട്. അവിടെയാണ് താമസം. അപ്പോൾ ബർസഖിയായ ലോകം, അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ജീവിതത്തേക്കാൾ അല്പം കൂടി ദൈർഘ്യം കൂടിയതാണ് ബർസഖിൻ്റെ ലോകം. അപ്പോൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഉമ്മയുടെ വയറ്റിൽ മാസങ്ങളാണെങ്കിൽ, ഭൂമിയിൽ വർഷങ്ങളാണെങ്കിൽ, ബർസഖിൻ്റെ ലോകത്ത് നൂറ്റാണ്ടുകളാണ് താമസിക്കേണ്ടത്. ശ്രദ്ധിക്കുക. 1ഉം 2ഉം 100ഉം വർഷമല്ല, 1000ഉം 2000ഉം വർഷമല്ല. നിങ്ങൾ നോക്കൂ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മരിച്ച ആളുകൾ ഇപ്പോഴും ബർസഖിൻ്റെ ലോകത്താണ്. എത്ര നൂറ്റാണ്ടായി? സഹസ്രാബ്ദങ്ങളായി. അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കൂടെയുള്ള സ്വഹാബികൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ, അവസാന പ്രവാചകനാണ്. പക്ഷേ അവർ മറമാടപ്പെട്ടിട്ട് ബർസഖിൻ്റെ ലോകത്തേക്ക് പോയിട്ടിപ്പോൾ 1450ഓളം വർഷങ്ങളായി. ബർസഖിൻ്റെ ലോകം കുറച്ചുകൂടി ദൈർഘ്യമേറിയതാണ്. ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയമാണ്. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. അതുകൊണ്ട് തന്നെ ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് എന്നർത്ഥം. ഒന്നൊരുങ്ങണം. ഭൂമിയിൽ നിസ്സാരമായ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി എന്തൊരൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടും വീടും വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾ ആയുസ്സിൻ്റെ അധിക ഭാഗവും പ്രവാസികളായി കഴിച്ചുകൂട്ടുന്നു. എന്തിനാണ്? നല്ലൊരു വീട് വേണം. എവിടെ? 6 അടി മണ്ണിലേക്കാണോ? അല്ല, ഇവിടെ. എത്രയെത്ര ആളുകൾ അവർ ഇവിടെ അധ്വാനിക്കുന്ന, ഒരുപാട് വർഷം ചെലവഴിച്ച് നാട്ടിൽ വീട് ഉണ്ടാക്കി. പക്ഷേ പലരും മരണപ്പെട്ട് അവർ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടെ കബറടക്കപ്പെടുകയാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ അല്ലേ? അപ്പോൾ ഇവിടെ താമസിക്കാൻ വേണ്ടി അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ആയുസ് മുഴുവൻ ചെലവഴിച്ചിട്ടും ആ വീട്ടിൽ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ. ഇത് 40, 50, 60, 100 വർഷം താമസിക്കാനുള്ള ഒരു ലോകത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ, എന്തെല്ലാം പഠനങ്ങൾ, പഠന സംരംഭങ്ങൾ, വിദ്യാലയങ്ങൾ എല്ലാം നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ വെപ്രാളവും ഈ ലോകത്തിനു വേണ്ടിയാണ്. പക്ഷേ
ഒരുപക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ നാം താമസിക്കേണ്ടി വരുന്ന ഖബറിനെക്കുറിച്ച്, ബർസഖിയായ ലോകത്തെക്കുറിച്ച്, ആ ഒരു വീടിനെക്കുറിച്ച്, അവിടെ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക, ഒരു ഉത്കണ്ഠ, ഒരു വേവലാതി, ഒരു ബേജാറ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഗൗരവമേറിയ കാര്യമാണ്. വളരെ വലിയൊരു ലോകത്തേക്ക് ഈ നിമിഷം, അല്ലെങ്കിൽ അടുത്ത നിമിഷം, അല്ലെങ്കിൽ അടുത്ത ദിനങ്ങളിൽ ഞാനും നിങ്ങളും പോവാനിരിക്കുന്നു. എന്താണ് തയ്യാറാക്കി വെച്ചത്? അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ്. 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്ന ആ വീടും, ആ വീട് സുഖകരമായി തീരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന വിഷയത്തിലേക്കുള്ള ഒരു പഠനം, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്, വളരെ വലിയ അശ്രദ്ധയിലാണ്. ആ അശ്രദ്ധയുടെ ലോകത്ത് നിന്ന് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ 3ാമത്തെ ലോകം ദൈർഘ്യമേറിയ ലോകമാണ്, ദൈർഘ്യമേറിയ വീടാണ് അവിടെ. 4ാമത്തത് അതാണ് ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിൻ്റെ ലോകമാണത്. ദാറുൽ ഖറാർ, അവിടെ നിന്ന് പിന്നെ മാറ്റമില്ല, അവിടെ നിന്ന് പിന്നെ ഒരു അവസാനവുമില്ല. അതാണ് ഖിയാമത്ത് നാളിന് ശേഷമുള്ള, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽത്തതിന് ശേഷമുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹജ്ജിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അസ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അല്ലാഹു സത്യമാണ്, മരിച്ചവരവൻ ജീവിപ്പിക്കും, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അന്ത്യസമയം വരിക തന്നെ ചെയ്യും, സംശയം വേണ്ട. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. ഖബറുകളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. സൂറത്തുൽ ഗാഫിർ 39ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നൽ ആഖിറഹ ഹിയ ദാറുൽ ഖറാർ, തീർച്ചയായും ആഖിറത്ത്, പരലോകം, അത് ദാറുൽ ഖറാറാണ്, എന്നെന്നും നിലനിൽക്കുന്ന വീടാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ 10 മാസമേ താമസിക്കാൻ പറ്റിയിട്ടുള്ളൂ ഏകദേശം, പിന്നെ പുറത്തു വരേണ്ടി വന്നു, അല്ലേ? അതെ. ഭൂമിയിൽ ഏതാനും വർഷങ്ങളെ താമസിക്കാൻ പറ്റിയുള്ളൂ, പിന്നീട് ബർസഖിൻ്റെ ലോകത്തേക്ക് പോകേണ്ടി വന്നു. ശരിയാണ്, ബർസഖിൻ്റെ ലോകത്ത് ഏതാനും നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ ജീവിച്ചു. പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇനി മറ്റൊരു ലോകത്തേക്ക് യാത്രയില്ല. അതിനാണ് ദാറുൽ ഖറാർ എന്ന് പറയുന്നത്. ഇനി ഒരു മാറ്റമില്ല, അത് സ്ഥിരവാസത്തിൻ്റെ ലോകമാണ്, സ്ഥിരവാസത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻകബൂത്ത് 64ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോകത്തെ വീട്, അവിടുത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. യഥാർത്ഥത്തിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന ആ ഒരു അവസ്ഥക്കാണ് ഹയാത്ത് എന്ന് പറയാം. അതുകൊണ്ടാണ് അത് മുറിയുന്നതിന് മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള ഹയാത്ത് മുറിഞ്ഞു പോവാത്തതായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആഖിറത്തിലെ വീട് ലഹിയൽ ഹയവാൻ, അത് നിത്യമാണ്, മരണമില്ല. ലൗ കാനൂ യഅലമൂൻ, മനുഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ, മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ. സൂറത്തുൽ അൻകബൂത്ത് 64ാമത്തെ വചനം. അവിടെ നരകമായിരിക്കാം, പക്ഷേ നരകത്തിൽ കിടന്ന് കത്തിയെരിഞ്ഞ് മരിച്ചു പോവില്ല. സൂറത്തു ദുഖാൻ 56ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവർ സ്വർഗത്തിലാണെങ്കിൽ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല, ആദ്യം സംഭവിച്ച മരണമല്ലാതെ ഇനി മറ്റൊരു മരണം അവർക്കില്ല. വവഖാഹും അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിച്ചിരിക്കുന്നു. അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്, സ്വർഗത്തിൽ അവർ അവിടെ നിത്യവാസികളാണ്, ഇനി ഒരു മരണമില്ല. ഇനി നരകത്തിലാണെങ്കിലോ സൂറത്തു ത്വാഹ 74ാമത്തെ വചനം, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമ, അക്രമിയായി കൊണ്ട് അല്ലാഹുവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടുന്നവർ, ഫഇന്ന ലഹു ജഹന്നം, അവന് നരകമാണ്, ലാ യമൂതു ഫീഹാ,
അവിടെ വെച്ചവൻ മരിക്കുകയില്ല, വലാ യഹ്യ ജീവിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ശരിയായൊരു ജീവിതമാണോ? അല്ല. തീയിൽ കിടന്ന് എരിഞ്ഞുകൊണ്ടുള്ള ജീവിതമല്ല. എന്നാൽ അങ്ങ് മരിച്ചു പോകുമോ? ഇല്ല. ലാ യമൂതു ഫീഹ, അവിടെ മരണമില്ല. കാരണം ദാറുൽ ഖറാറിലെത്തി, ഇനി മരണമില്ല. അത് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും. ഇങ്ങനെയുള്ള 4 ലോകം, 4 വീട്ടിൽ പ്രിയപ്പെട്ടവരെ നാം താമസിക്കുന്നുണ്ട്. ഓരോന്നും മറ്റൊന്നിനേക്കാൾ ദൈർഘ്യമേറിയതാണ്. അവസാനമെത്തിയാൽ പിന്നെ അതിന് അറ്റം തന്നെയില്ല. ഉമ്മയുടെ വയറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ദുനിയാവിൽ, ദുനിയാവിലുള്ളതിനേക്കാൾ കൂടുതൽ ബർസഖിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരിക്കലും അവസാനിക്കാത്ത ഖിയാമത്ത്. ഇതിൽ ഓരോ വീടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പരിധിയിൽ വരുന്ന ലോകം എന്നത് ഈ പറഞ്ഞ ദുനിയാവിലെ ജീവിതം, ബർസഖിലെ ജീവിതം, മരണാനന്തര ജീവിതം. അത് തന്നെയാണ് ഗർഭാശയത്തിൽ വെച്ചുള്ള നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ വിലയിരുത്തപ്പെടുന്നതും. ഒരാൾ ഉമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ സ്വഹീഹായ ഹദീസുകൾ പ്രകാരം ഒരു മലക്ക് വന്ന് ആ വ്യക്തിയുടെ ആയുസ്, ജീവിതം, ആ വ്യക്തി സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവിതം, അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതമനുസരിച്ചാണ് അവൻ്റെ ഭാഗ്യവും ദൗർഭാഗ്യവും ഉണ്ടാകുന്നത്. അവൻ സ്വർഗക്കാരനായി തീരുന്നതും നരകക്കാരനായി തീരുന്നതും ഈ ദുനിയാവിൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. അത് ഭൂതത്തിലേക്ക് പോയാലും വർത്തമാനത്തിൽ നിന്നാലും ഭാവിയെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാം തന്നെ മനുഷ്യൻ്റെ അമലാണ് പ്രധാനം. നമ്മുടെ വിശ്വാസമാണ് പ്രധാനം. നമ്മുടെ കർമ്മങ്ങളാണ് പ്രധാനം. 4 ലോകത്തും നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഏറെ ഗൗരവത്തോടുകൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ ഈ ഒരു ആയുസ്, ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അത് ചെയ്തു തീർക്കണം. ബർസഖിൻ്റെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ബൃഹത്തായ ആശയമാണ് ഈ ദർസുകളിലൂടെ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു 4 ലോകങ്ങളിൽ 3ാമത്തെ ലോകമായ ബർസഖിൻ്റെ ലോകം, ആ ബർസഖിൻ്റെ ലോകത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒരു കാര്യം നമുക്കൊക്കെ ഉറപ്പാണ്. എന്താണത്? ഈ ഭൂമിയിലെ ആയുസ് വളരെ നിസ്സാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അതേപോലെ തന്നെ ജിന്നുവർഗങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ ഇടമുണ്ടാകും. വമതാഉൻ ഇലാഹിൻ, ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്കവിടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാണ്. ഇലാഹി എന്നാണ് പറഞ്ഞത്. ഒരു നിശ്ചിത കാലം വരെ, അത്രയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. സൂറത്തു സുമറിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവുകളെ മരിക്കുമ്പോൾ പിടിച്ചെടുക്കുന്നു. വല്ലതീ ലം തമുത് ഫീ മനാമിഹ, മരിക്കാത്തവരാകട്ടെ അവർ ഉറങ്ങുമ്പോഴും. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റൂഹിനെ ഏറ്റെടുക്കുന്നുണ്ട്. ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത്, മരണം വിധിച്ച ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നു. വയുർസിലുൽ ഉഖ്റാ, എന്നാൽ മറ്റു ചിലരുടേത് അല്ലാഹു വിട്ടുകൊടുക്കുന്നു. അവർ രാവിലെ എഴുന്നേൽക്കും. പക്ഷേ ആ എഴുന്നേൽക്കൽ എത്ര ദിവസം? ഇലാ അജലിം മുസമ്മാ, ഒരു നിശ്ചിത അവധി വരെ, ഒരു നിർണിത അവധി വരെ ആ എഴുന്നേൽക്കളുള്ളൂ. ഇന്നലെ മറ്റൊരാൾ ഉറക്കത്തിൽ മരിച്ചുപോയി, ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ആഹ്ലാദിക്കണ്ട, നാളത്തെ പ്രഭാതത്തിൽ നീ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റന്നാളത്തെ പ്രഭാതത്തിൽ. ചുറ്റിലും ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനും നിങ്ങളും വിചാരിക്കരുത് എനിക്ക് മരണമില്ല. പക്ഷേ പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്നെ മരണം പിടികൂടുകയില്ല. വൈറസുകൾ, കോവിഡ്-19, കൊറോണ, മറ്റു രോഗങ്ങൾ, അപകടങ്ങൾ, ചുറ്റിലും നിന്നും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നാം വിചാരിക്കുന്നു നമ്മെ അത് ബാധിക്കുകയില്ല. ഇതേപോലെ വിചാരിച്ചിരുന്നവരാണ് ഇന്ന് ഖബറിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചവരാണ് എന്നെ മരണം പിടികൂടുകയില്ല, ഞാൻ ഈ പ്രയാസത്തിലൊന്നും അകപ്പെടുകയില്ല എന്ന് നിശ്ചയിച്ച ആളുകളാണ് ഇന്ന് ഖബറിൽ കഴിയുന്നത്.